ഇതേ നല്ലൊരു സൈഡ് ഡിഷ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കൊക്കെ എല്ലാവർക്കും എന്താ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളെല്ലാം ഇഷ്ടം. അതേമാതിരി ഒരു ഈസി പിസി കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ഇറ്റ്സ് മീ സഫ. അപ്പോൾ ഇതൊരു ബംഗാളി ഡിഷാട്ടോ. അപ്പോൾ മലയാളീകരിച്ചിട്ടൊന്ന് ഉണ്ടാക്കി വെക്കാം. ഒരു 2-3 വഴുതന ഞാൻ എടുത്ത് കുറച്ച് നല്ല കട്ടി കുറഞ്ഞിട്ടല്ല, അത്യാവശ്യം ഒരു കട്ടിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അത് ഞാൻ കുറച്ച് തൈരോടെ എടുത്തിട്ടുണ്ട്. തൈര് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വല്ലാണ്ട് പുളിയുള്ള തൈര് എടുക്കണ്ട കേട്ടോ, ഒരു മീഡിയം സൈസിൽ. അപ്പോൾ ഇതാ നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുക. നന്നായിട്ട് ഇങ്ങോട്ട് കുഴമ്പ രൂപത്തിലാവണ്ട കേട്ടോ. നമ്മൾ നല്ല മീനൊക്കെ പൊരിച്ചെടുക്കുന്ന മാതിരി ഒന്ന് പൊരിച്ചെടുക്കുക. നല്ല അടിപൊളി ഡിഷ് ആട്ടങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ മക്കളെ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പൊരിച്ചിട്ട് അത് നേരെ ഞാൻ ആ തൈരിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി. കാരണം അതിലേക്ക് തൈരൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്ത് ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇതൊന്ന് തൂമിച്ചെടുക്കേണ്ട. ഞങ്ങൾ മലപ്പുറക്കാരാണ് തൂമിക്കാന്ന് കേട്ടോ പറയാം. അപ്പോൾ ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നല്ല ജീരകമല്ലേ, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ കുറച്ച് കൊച്ചുള്ളിയും വറ്റൻ മുളകും വേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ഡിഷാണ് മക്കളെ, നിങ്ങൾ ഉണ്ടാക്കി വെക്കൊണ്ട്. നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. ഞാൻ ഇത് മാത്രം കൂട്ടിയിട്ടാട്ടോ ചോറുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഞാൻ അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തൂമിച്ചതിൻ്റെ ശേഷം. എന്നിട്ടൊരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഞാനിത് എടുത്തത്. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ചോറ് കുറച്ചെടുത്തിട്ട് അതിൻ്റെ മേലേക്ക് അങ്ങനെ അങ്ങോട്ട് പാർന്നിട്ടുണ്ടല്ലോ, വഴുതനങ്ങയും തൈരും ഉള്ളിയൊക്കെ കൂടി ഒന്നിങ്ങനെ മിക്സാക്കി കുഴച്ചിട്ടുണ്ട്. തിന്നാണ്ടല്ലോ സാറേ പിന്നെ ചുറ്റുള്ളൊന്നും കാണൂല. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.